ഡാ നീ എവിടെ പോവാ? ആ ഒരു ഡീലുണ്ട്, അതിന് പോവാം. വാ പോവാം. എവിടെ? ഒരിടത്തും പോകത്തില്ല. നിനക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ജിമ്മിനെ നീ ഒറ്റയ്ക്ക് പൊക്കോ. ഇവിടെ നിന്നായിരുന്നു എൻ്റെ കൂടെ വരത്തില്ല. എന്തുവാ? അച്ഛൻ അച്ഛൻ എന്താ പറ്റിയേ? നിന്നോട് എനിക്ക് ഒന്നുമില്ല സംസാരിക്കാൻ, കേട്ടോ? ജെ കെ, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. മേലാൽ ഇനി ഇവൻ പറയുന്നത് നീ അനുസരിച്ച് പോയേക്കരുത്. പക്ഷെ അങ്കിൾ, അത് ഡാ, നിന്നോട് ഞാൻ പറഞ്ഞു അത് ഇത് ഒന്നുമില്ല. കയറിപ്പോ, അകത്ത് കയറിപ്പോ. അല്ലെങ്കിൽ ഇവൻ്റെ കൂടെ ഇപ്പം ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടായിരിക്കത്തില്ല. അച്ഛൻ ചുമ്മാ കളിക്കല്ലേ. ഇത് അർജന്റ് മീറ്റിങ്ങാ, എനിക്ക് ചെന്നേ പറ്റത്തുള്ളൂ. ഇത് പ്രധാനപ്പെട്ട ഡീല് സംസാരിക്കാനുള്ളതാ. അച്ഛൻ ചുമ്മാ വഴിന്ന് മറിക്കേ. ജെക്കെ വാ പോവാം. ഡാ, ഞാനാണ് ബോസ്. പിന്നെ ഇതെല്ലാം നോക്കി നടത്താൻ വേണ്ടി ഒരു അവസരം തന്നു വെച്ചിട്ട് നീ എൻ്റെ മണ്ടേ കയറി നിൽക്കാൻ നോക്കരുത്, കേട്ടോ? അച്ഛൻ എന്താണ്? ഞാൻ എപ്പോഴാ അങ്ങനെ ചെയ്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ജെക്കെ, ജിമിൻ ഇറങ്ങിയില്ലേ? വേഗം വാ, അവര് വിളിക്കുന്നു. അവരവിടെ കുറെ നേരമായി വന്നിട്ട്. വേഗം ചെല്ലണം. ഡാ, ഞാനിവിടെ നിൽക്കുന്ന നീ കണ്ടോ? ഓ സോറി അങ്കിൾ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് അവർ വിളിച്ചോണ്ടിരിക്കുക, അതാ ഞാൻ ഓടി വന്ന് ജിമിനോടും ജെക്കയോടും സോറി. സോറി, ശ്രദ്ധിച്ചില്ല. നീ ശ്രദ്ധിക്കത്തില്ലല്ലോ. അച്ഛാ പ്ലീസ്, അച്ഛന് എന്തെങ്കിലും ദേഷ്യം എന്നോടുണ്ടെങ്കിൽ അത് എന്നോട് തീർക്ക്. ചുമ്മാ അവരുടെ അടുത്താ? ഏതവരുടെ അടുത്ത്? എടാ, എനിക്ക് എന്തെങ്കിലും ദേഷ്യം നിന്നോട്ടുണ്ടെങ്കിൽ നിന്റെ അടുത്ത് തീർക്കാൻ എനിക്കറിയാം. അല്ലാതെ വേറെ വല്ലവരോടും തീർക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ആരോടാണോ ദേഷ്യം ഞാൻ അവരുടെ അടുത്ത് തന്നെ എൻ്റെ ദേഷ്യം കാണിക്കും. പറഞ്ഞ കേട്ടോ? അങ്കിൾ, എൻ്റെ അങ്കിളെ എന്താ പ്രശ്നം? എന്താ ഇതിന് മാത്രം ദേഷ്യപ്പെടാൻ? ഇവിടെ എന്താ ഉണ്ടായേ? ഡാ, നിന്നോട് ഞാൻ പറഞ്ഞു, ഞാൻ അവിടുത്തെ ബോസ്. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും നീയൊന്നും ആയിട്ടില്ല, കേട്ടോ? പിന്നെ മോളെ കെട്ടിച്ച് തരാമെന്ന് ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പേരില്ല നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. എന്നെ കൊണ്ട് ചുമ്മാ. ഓ അച്ഛ, പ്ലീസ് ഒന്ന് മതിയാക്ക്. എന്തേലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തീർക്ക്, അവരുടെ അടുത്ത് ഒന്നും പറയരുതെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. നീ പറയുന്നത് കേട്ട് അനുസരിച്ചൊരു പട്ടിയെ പോലെ ഇവിടെ ജീവിക്കാൻ എന്നെ കിട്ടില്ല. ഓ എന്തുവാ ഇവിടെ? ഒന്ന് പഠിക്കാൻ സമ്മതിക്കത്തില്ല. എന്താ ഇവിടുത്തെ പ്രശ്നം? എന്തുവാ അച്ഛാ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നിനക്ക് അകത്തൊന്നും വേറൊരു പണിയില്ലേ? ഡാ, അവൾ എന്റെ മോളാ. നീ അവളുടെ അടുത്ത് കയറി ഒരുപാട് ഞെളിയാൻ നിൽക്കല്ലേ. അതിന് നിങ്ങളുടെ രണ്ടാം കെട്ടിനുണ്ടായ മോളൊന്നും അല്ലല്ലോ അത്. അവൾ എൻ്റെ അമ്മയുടെ മോളാ. അതുകൊണ്ട് എനിക്ക് അവളോട് ദേഷ്യപ്പെടാനും ശാസിക്കാനും ഉള്ള അവകാശമുണ്ട്. എന്താടാ നീ പറഞ്ഞേ? ദേ, എല്ലാവരോടുമായിട്ടൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി ഇവനെ അനുസരിക്കുന്നവരോ ഇവനെ സ്നേഹിക്കുന്നവരോ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഇനി ഇവൻ പറയുന്നത് ഇവിടെ ആരെങ്കിലും കേട്ടു എന്ന് ഞാൻ അറിഞ്ഞ. അങ്കിൾ എന്തൊക്കെയാ പറയുന്നത്? അങ്കിൾ പ്ലീസ്. അവൻ വേണ്ട ജേക്കെ, എനിക്ക് മനസ്സിലായി ഇപ്പൊ എന്തിനാ അയാൾ എന്നെ അടിച്ചതെന്ന്. അച്ഛൻ മനസ്സിൽ വിചാരിക്കുന്നത് ഒന്നും നടക്കില്ല. അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ആ കൊച്ചിനെ കെട്ടത്തില്ല. ആ ഒരു കാര്യത്തിനല്ലേ അച്ഛൻ ഇത്രയും നേരം ഇവിടെ കിടന്ന് ഷോ കാണിച്ചേ? കൊച്ചോ? ഏത് കൊച്ച്? എന്തിന്റെ കാര്യം നിങ്ങൾ ഈ പറയുന്നത്? ഒന്ന് തെളിച്ചു പറ. ഇയാളോട് തന്നെ ചോദിക്ക് ഏത് കൊച്ചാന്ന്. ഏതോ ഒരു അനാഥ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ജീവൻ രക്ഷിച്ച ആരണ്ടര മോളാണ്, അവരുടെ ഭിക്ഷയാണ് നമ്മുടെ ജീവിതം, ഏതാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു അവളെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയായി പറയുന്നേ? ഭിക്ഷയോ? നമ്മുടെ ജീവിതമോ? എന്താ ശരിക്കും അച്ഛാ? അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ജീവിതം തന്നെ അവർ തന്ന ഭിക്ഷയാ. അത് ഞാൻ എവിടെയും പറയും. ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും നമുക്ക് വേണ്ടിയാണ് അവർ ജീവിതം മാറ്റിവെച്ചത്. അവർ മരിച്ചു പോയത് നമുക്ക് വേണ്ടിയിട്ടായിരുന്നു. ആ കുട്ടീനെ ഞാനാണ് പിന്നീട് വളർത്തിയത്. അന്ന് ഞാൻ അവരുടെ അച്ഛന് കൊടുത്ത വാക്കാ, ആ കുഞ്ഞിനെ ജീവിതകാലം മുഴുവൻ ഞാൻ സംരക്ഷിച്ചോളാമെന്ന്. ഇനിയും ഞാൻ എത്ര നാൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ. അപ്പോൾ ഇവന് പറ്റില്ല. ഇവന് വേറെ ഏതോ ഒരുത്തി, എവിടെ പേരെന്തുവാ, ക്ലാരയോ? ക്ലാരയായിട്ട് നീ ബ്രേക്കപ്പ് ആയില്ലേ? എടാ, ബ്രേക്കപ്പ് ആയതൊന്നുമല്ല. ഇയാള് മനഃപൂർവ്വം ഈ അനാഥ കൊച്ചിനെ എന്നെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ മനഃപൂർവ്വം അവളുടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു അവളെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി എൻ്റെ അടുത്തൊന്ന് അകറ്റിയതാ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, അല്ലായിരുന്നു അവൾ എന്നെ ഇട്ടിട്ട് പോത്തില്ലായിരുന്നു. ചേട്ടാ പ്ലീസ്, അച്ഛനെ ഇങ്ങനെ ഇയാള് താൻ അങ്ങനൊന്നും വിളിക്കാതെ. വേണ്ട മോളെ, നീ ഒന്നും പറയണ്ട. അവനൊന്നും മനസ്സിലാവത്തില്ല. കാരണം ഇവൻ നമ്മുടെ പഴയ ജീവനല്ല, ഒരുപാട് മാറിപ്പോയി. ഇപ്പോൾ അവൻ വേറെ ഏതോ ഒരുത്തിയുടെ കയ്യിലുള്ള ഒരു കളിപ്പാവയാണ്, കളിപ്പാവ. ഓ, ഒന്ന് മതിയാക്കാവോ നാടക ഡയലോഗ്? അച്ഛൻ കാരണം അവൾ എൻ്റെ അടുത്തൊന്ന് പോയില്ലേ, പിന്നിനി എന്താ? ചേട്ടാ, പോയവര് പോയി. ഒരാളോട് ആത്മാർത്ഥമായി സ്നേഹം ഉണ്ടെങ്കിൽ എത്ര പേര് എവിടൊക്കെ നിന്ന് എന്തെല്ലാം പറഞ്ഞാലും ചാവേണ്ടി വന്നാലും അവർ കൂടെ നിൽക്കും. പക്ഷേ ഇവൾ അച്ഛൻ പറഞ്ഞത് കേട്ട് അവൾ പോയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ചേട്ടനോട് ഇഷ്ടമില്ലാന്ന്. അപ്പോൾ പിന്നെ അവളെ ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതെ ജിമിനെ, എനിക്കും തോന്നുന്നത് അച്ഛൻ പറയുന്ന ആ കുട്ടിയെ തന്നെ നീ കല്യാണം കഴിക്കണമെന്ന്. അതെ, അത് തന്നെ എൻ്റെ അഭിപ്രായം. ജിമിനെ, നീ
ആ കുട്ടിയെ തന്നെ കല്യാണം കഴിക്കടാ. ഇനിയും ക്ലാരെ ആലോചിച്ച് എന്തിനാ വെറുതെ ജീവിതം കളയുന്നേ? ഓ, നശിക്കാനെ കൊണ്ട് ഇത് നേരത്താന്ന് ഓർത്തേ. എല്ലാരും കൂടെ തീരുമാനിച്ച സ്ഥിതിക്ക് നിങ്ങൾ തന്നെ എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്യ്. മുഹൂർത്തം ആകുമ്പോൾ പറഞ്ഞാൽ മതി, വന്ന് താലി കെട്ടിക്കോളാം. പിന്നെ അത് കഴിഞ്ഞുള്ള ജീവിതം അത് എൻ്റെ തീരുമാനമായിരിക്കും. വലിയ വീടാ. കൊള്ളാല്ലേ കട്ടില്. അയ്യോ നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റ് മെത്ത. ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ. ആ, കല്യാണത്തിന് വന്നവരായിരിക്കും. പക്ഷെ ഇവരെന്താ പോവാത്തേ? കുറെ നേരമായില്ലേ? നാത്തുവേ എന്തെടുക്കുക? ആ, ഇല്ല, ഞാനിവിടെ എല്ലാരെയൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. ഇവിടെ ഒത്തിരി പേരുണ്ടല്ലോ, ഇവരൊന്നും പോകുന്നില്ലേ? എവിടെ? ഇവരൊക്കെ എന്തിനാ പോകുന്നേ? ഇവരൊന്നും എങ്ങും പോകുന്നില്ല. ഇവരെല്ലാരും ഈ വീട്ടിൽ തന്നെ ഉള്ളവരാ. ഇത്രയും പേരോ? അപ്പോ ഇത് ജോയിന്റ് ഫാമിലി ആണോ? ജോയിന്റ് ഫാമിലിയോ? ഇല്ല, ഇത് ജോയിന്റ് ഫാമിലി ഒന്നും അല്ലടാ. ഇതൊക്കെ സർവൻസും പിന്നെ ഇവിടുത്തെ ബോഡി ഗാർഡ്സും ഒക്കെയാ. ഇവിടെ ഞാനും അച്ഛനും പിന്നെ എൻ്റെ ഫിയാൻസിയും അമ്മയും പിന്നെ ചേട്ടായും പിന്നെ ഇപ്പം നാത്തു, നമ്മൾ ഇത്രയും പേരുമാണ് ഇപ്പം ഈ വീട്ടിലുള്ളത്. പിന്നെ ബാക്കി എല്ലാവരും നമ്മുടെ സർവൻസാണ്. ആകെപ്പാടെ നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. നമുക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും സർവൻസും ബോഡി ഗാർഡ്സും ഒക്കെ? അതെന്തിനാ സർവൻസ് എന്തിനാണോ? നീ ഈ വീട് കണ്ടോ? ഈ വീട് നമ്മൾ മാത്രം തൂത്തുവാരി കഴിഞ്ഞാൽ ഇന്ന് വൃത്തിയാകും. അതുകൊണ്ടാണ് സർവൻസിനെ വെച്ചേക്കുന്നത്. അപ്പോൾ കുറേ പേരുള്ളത് കൊണ്ട് എല്ലാവരും ഓരോ പാർട്ട് വീതം വൃത്തിയാക്കി വരും. നമുക്ക് ജോലി ചെയ്യണ്ടല്ലോ. ആ, എന്നെ നാത്തൂന്നല്ലേ വിളിച്ചേ? ജിമിൻ ചേട്ടൻ്റെ അനിയത്തിയാണോ? ആണല്ലോ, ജിം ചേട്ടൻ്റെ അനിയത്തിയാണ്. ഞാനിപ്പോൾ കോളേജ് സെക്കൻഡ് ഇയറാ. പിന്നെ വയസ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നിന്നെക്കാളൊരു മൂന്നര വയസ്സിന് വലുതാണ് ഞാൻ. പക്ഷേ കുഴപ്പമില്ലടാ. ഞങ്ങളുടെ ഇവിടെ ആണെങ്കിൽ പ്രായം വെച്ചിട്ടല്ലടാ, ബന്ധം വെച്ചിട്ടാ ചേട്ടാന്നും അതൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നിന്നെ നാത്തൂന്നും ചേട്ടത്തിന്നൊക്കെ വിളിക്കത്തുള്ളൂ. നിനക്ക് കുഴപ്പമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? എനിക്ക് ചെറിയൊരു നാണം വരും, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓ, നാണമോ? അതിന് കുറച്ചുകൂടെ കഴിയുമ്പോഴല്ലേ ശരിക്കും നാണിക്കാറാകത്തുള്ളൂ. സമയം ഇനി ഉണ്ടല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞതോ? നിനക്കൊന്നും അറിയത്തില്ലേ? ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റാടി. പോയെന്നത്തു ചുമ്മാ. ഇപ്പൊ ശരിക്കും നാണം വരുന്നുണ്ട് കേട്ടോ. എന്തുവാ ഇത്? ഞാൻ കിടക്കാൻ പോവാ. ഓ, ധൃതിയാകും നിനക്ക്. എന്നാ ശരി, ഞാൻ ഈ ചേട്ടനെ ഇങ്ങോട്ട് വേഗം പറഞ്ഞുവിടാം കേട്ടോ. വേണ്ട, പോവല്ലേ. പോണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. ഞാനിവിടെ ഇരുന്നിട്ട് എന്ത് കിട്ടാനാ? ഞാനല്ലേ ഇവിടെ വേണ്ടത്, ചേട്ടനല്ലേ ഇവിടെ വേണ്ടത്. എടി, നീ ഇവിടെ വന്നിരിക്കുവാണോ? നിന്നെ ഞാൻ എവിടെയൊക്കെ തപ്പിന്നറിയോ? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഇങ്ങോട്ട് എണീച്ച് വന്നേ. സോറി മോളെ. അല്ല, ഇവിടെ ജിമിനില്ലേ? അവനെന്തേ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചോദ്യം കഴിഞ്ഞ വന്നിട്ട് തന്നെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് അങ്ങ് ചോദിക്കും. ഓ, എൻ്റെ ദൈവം, ഇനി എൻ്റെ മണ്ടക്കോട്ട് വാ. എടി, വാ ഇങ്ങോട്ട്. ജിമിനെന്തേ? അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിടണ്ടായിരുന്നു. അതിന് നീ ഇവിടെ വന്നിരുന്നിട്ട് കൊച്ചിനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക. എൻ്റെ ദൈവമേ, ഞാൻ കണ്ടില്ല ചേട്ടൻ. ചേട്ടനാണെങ്കിൽ ജാക്സന്റെ കൂടെ അങ്ങോട്ടങ്ങാണ്ട് പോകുന്ന കണ്ടു. എനിക്കറിയില്ല, എന്തെങ്കിലും ഡീൽ സംസാരിക്കാനായിരിക്കും. ഡീലാ? ഈ പാതിരാത്രിയിലാ? ഇവനെ കൊണ്ട്. എന്നാ ശരി, നീ എന്നാ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കും. ഞാൻ പോയി അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം കേട്ടോ. അതേതാ ചേട്ടൻ? ഓ, ഇപ്പൊ വന്നവനോ? അവനാണ് ഞാൻ മുമ്പേ പറഞ്ഞ എൻ്റെ ഫിയാൻസി. അല്ല, ഇപ്പൊ പറഞ്ഞില്ലേ എന്തിൻ്റെ ഡീലോ അങ്ങനെ ഏതാണ്ട്. അതെന്തുവാ? ഓ, അതോ, അവര് മാഫിയ അല്ലേ. അവർക്ക് പല ഡീലിങ്സ് കാണത്തില്ലേ? ആരെങ്കിലും കൊല്ലാനോ കൈമുറിക്കാനോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രഗ്സോ അങ്ങനെ എന്തെങ്കിലും കടത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ പൈസ കടത്തുന്നതായിരിക്കും. പലത് കാണുമല്ലോ. നമ്മളതിനൊക്കെ എന്തിനാ ഇടപെടാൻ പോകുന്നത്? അവർ ചെയ്യുന്നത്. ഞാനതിലൊന്നും പോയി തലയിടാറില്ല. എന്തോന്ന് മാഫിയയോ? ഏതി കള്ളക്കടത്തോ? അതാണോ? കള്ളക്കടത്ത്, കുത്തുകൊല എല്ലാം ഉണ്ട്. കൊല്ലാനോ? അയ്യോ, ജിമ്മി ചേട്ടൻ ആരെങ്കിലുമൊക്കെ കൊന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ പേര്. പിന്നെ നീ ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴി നമ്മുടെ ആ ഒരു തെക്ക് വശത്തെ മുറിയുടെ അപ്പുറത്ത് ഒരു മുറി കണ്ടായിരുന്നു, ഒരു അടച്ചിട്ടേക്കുന്ന മുറി. ആ മുറി തുറക്കല്ലേ കേട്ടോ. ആ മുറിയിലാണ് ഇവർ പിടിച്ചുകൊണ്ട് വരുന്നവരെല്ലാം ഇട്ടേക്കുന്നത്. എന്നിട്ട് അവിടെ അവർ ടോർച്ചർ ചെയ്തിട്ടായിരിക്കും ഓരോന്നും അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. സോ ആ മുറിയുടെ അങ്ങോട്ടൊന്നും പോവല്ലേ. പിന്നെ അതുമാത്രമല്ല, അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ ഒരു പന്ന സ്മെല്ലാണ്. നമ്മൾ ഛർദ്ദിച്ച ഇടപാടുള്ളൂ. ഒരു തവണ ഞാൻ അകത്തോട്ട് കയറി, അയ്യോ, മനുഷ്യരെ അങ്ങ്
വല്ല നമ്മൾക്ക് പേടി വരും പിന്നെ ഇവരോട് മിണ്ടാനൊക്കെ. വല്ലാത്തൊരു രീതിയിലാണ് മനുഷ്യരെ അങ്ങ് വെട്ടിക്കണ്ടിച്ചൊക്കെ ഇട്ടേക്കും. സൈക്കോ തരമാണ് ഇവരൊക്കെ ചില സമയത്ത്. അതുകൊണ്ട് ആ മുറിയിലോട്ട് ചെല്ലല്ലോ കേട്ടോ. നമ്മളെ എന്തേലും ചെയ്യുവോ? ഏയ് നമ്മളെന്ത് ചെയ്യാനാ, പിന്നെ ജിമ്മിൻ ചേട്ടൻ്റെ കാര്യം വെച്ച് ഇന്ന് നിന്നെ എന്തേലും ചെയ്യാൻ ചാൻസ് ഉണ്ട്. അയ്യോ ഞാൻ പാവല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേന്ന് പറയുവോ? നീ എന്ത് പാവാടി. അച്ചോടാ പേടിക്കണ്ട, ജിമ്മിൻ ചേട്ടൻ നിന്നെ തല്ലത്തും കൊല്ലത്തും ഒന്നുമില്ല കേട്ടോ. അതൊന്നും ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കണ്ട. കൂളായിട്ട് ഇവിടെ ഇരിക്കുക. ഞാൻ ചെല്ലട്ടെ അങ്ങോട്ട്. ഇവിടുന്ന് പോയ പോട്ടൻ അവിടെ ചെന്ന് എന്തോ കൊടുക്കാൻ ദൈവം തമ്പുരാൻ അറിയാം. ഞാനൊന്ന് ചെന്നിട്ട് ജിമ്മിൻ ചേട്ടാ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ജിമിനെ ഞാൻ കുറെ നേരമായിട്ട് പറയുന്നു, മതി നിർത്ത്, വാ. ഡാ വിടറാ, എൻ്റെ ഇഷ്ടം അത് ഞാൻ ചെയ്തുള്ളൂ. പിന്നെ നീയൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഞാൻ കെട്ടിയില്ലേ, പിന്നെ നീ എന്തുവാടാ വേണ്ടേ? ജെ.കെ. നീ ഒന്ന് പറയ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ പൊന്ന് ജിമിനെ നീ ഒന്ന് എഴുന്നേറ്റ് വന്നേ. ആ കൊച്ചവിടെ ഇന്ന് മുഷിയുവാണ്. എൻ്റെ പൊന്ന് ജാക്സ, പറഞ്ഞ് ഞാൻ മടുത്ത്. എത്ര പറഞ്ഞാലും ഇവന് മനസ്സിലാകത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് ജിമിനെ ഒന്ന് എണ്ണിച്ച് വാടാ. അറ്റ്ലീസ്റ്റ് നീ ആ റൂമിലെങ്കിലും പോയി കിടക്ക്. എടാ ആ കൊച്ചവിടെ ഒറ്റയ്ക്കെടാ, അതിനാണ് ആരെ അറിയത്ത് പോലും ഇല്ല. ഒന്ന് ചെന്നേ. ഓ നിനക്കൊക്കെ ഇപ്പം എന്താ വേണ്ടേ? ഞാൻ ചെല്ലണം, റൂമിൽ ചെല്ലണം അല്ലേ? അവളുടെ കൂടെ കേൾക്കണം, അത്രയല്ലേ ഉള്ളൂ. ചെയ്യാം, ഞാനേ പോവാം. ഓ എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നി ജെ.കെ. ഇതിലും ഭേദം അവനെ വിടാതിരിക്കുന്നതായിരുന്നു. ഇനി ആ കൊച്ചിനെ കൊല്ലുവോ എന്തോ. എന്തേലും കാണിക്കട്ടെ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്കിള് വരും. അങ്കിള് വന്നു കഴിഞ്ഞാൽ ഇതിലും മേലെ വഴക്കാവും. അതിലും ഭേദം ആ റൂമിൽ പോയി എന്തേലും ഒക്കെ ചെയ്ത് അതിനകത്ത് നിന്നോളുമല്ലോ, ആരും ഒന്നും അറിയത്തില്ലല്ലോ. ചേട്ടൻ ഇവിടെ നിൽക്കണോ? ഞാൻ ചേട്ടനെ എവിടെ തപ്പി. ചേട്ടൻ കുടിച്ചിട്ടുണ്ടോ? ഉണ്ട്, നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. നീയോ? നീ എന്താടി ഇവിടെ? മാറി നിൽക്കടി അങ്ങോട്ട്. ഞാൻ എൻ്റെ ഭാര്യനൊന്ന് കാണട്ടെ. ഡിയേ ഭാര്യേ, കഥക് തുറക്ക് മോളെ, കഥക് തുറക്ക്. ചേട്ടനകത്തോട്ടൊന്ന് കയറട്ടെ. എൻ്റെ ജെ.കെ. ഇതൊക്കെ നീ കാണുന്നുണ്ടോ? എനിക്ക് പേടിയാവുന്ന ആ കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട്. എൻ്റെ ജാക്സ, നീ എന്നെ നോക്ക്, എൻ്റെ കൈയും കാലും വിറയ്ക്കുന്നു. ഈശ്വര, ഇനി അതിനകത്തൊരു യുദ്ധമായിരിക്കും, യുദ്ധം. ആ കൊച്ചിനെ മേലും നോവിക്കാതിരുന്നാൽ മതിയായിരുന്നു. അതെ, നിങ്ങൾ ആരാ ചേട്ടനെ കള്ളു കുടിച്ചത്? എൻ്റെ പൊന്നോ, ഞങ്ങൾ രണ്ടുപേരുമല്ല, ഞങ്ങൾ രണ്ടുപേരും ചെന്നപ്പോൾ അവൻ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു വിധത്തിൽ അവനെ പറഞ്ഞ് ഞങ്ങൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഓ ഇന്നാ കൊച്ചിൻ്റെ അവസാനം. എഡേ തുറക്കടി, കഥക് തുറക്കടി. ദൈവമേ, തുറക്കണോ? തുറക്കാം. ജിമിനേട്ടാ, എന്തിനാ വിടണ്ടേ? ഇതിനല്ലേ നീ അവരെല്ലാം പറഞ്ഞു വിട്ടേ എൻ്റെ അടുത്തോട്ട്? ഇങ്ങോട്ട് എന്നെ കൊണ്ടുപോവാ എന്നിട്ട് ഞാൻ വന്നപ്പോൾ മാറി നിൽക്കാണ്. പറഞ്ഞു വിട്ടെന്നോ? ആര് പറഞ്ഞു വിട്ടെന്നോ? ഞാനാരും പറഞ്ഞു വിട്ടിട്ടൊന്നുമില്ല. മാറി നിന്ന്. ഇണ്ടാതിരിയടി, കോൺസെൻട്രേഷൻ കളയാതെ. മാറും. എന്താ? മാറാൻ എൻ്റെ കൂടെ കിടക്കൽ എനിക്ക് ഇഷ്ടമല്ല. തറയിലെങ്ങാനും പോയി കിടാ. തറയിലോ? എനിക്ക് വയ്യ. നീ തന്നെ മാറി താഴെ കിടക്കുന്നോ അതോ ഞാൻ ചവിട്ടി താഴ്ത്തിടണോ? വേണ്ട, ഞാൻ തന്നെ തന്നെ കിടന്നോളാം. ഒരു പുതപ്പ് തരുമോ? പുതപ്പൊന്നും തരത്തില്ല. തറയിൽ തന്നെ അങ്ങ് കിടന്നാൽ മതി. അതുകൊണ്ട് നിന്റെ തുണിയൊക്കെ അല്ലേ താഴെ കിടക്കുന്നത്, അതേ ഇതിലൊക്കെ പിച്ചി പറിച്ച് പുതയ്ക്കാൻ നോക്ക്. മാറോ, ഡിസ്റ്റർബ് ചെയ്യല്ലോ, എനിക്ക് ഉറക്കം വരുന്നു. പക്ഷേ ഇത് എല്ലാം കീറി. അതിന് ഞാൻ തുറക്കണം? അതാ പറഞ്ഞത്, അത് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് അങ്ങോട്ട് പുതച്ചാൽ മതി. എന്നെ കൊണ്ടൊക്കത്തില്ല. മിണ്ടരുതെന്ന് പറഞ്ഞു. മിണ്ടിയ ഇനി അടുത്തത്. ഇല്ല, ഞാൻ മിണ്ടത്തില്ല.
രാവിലെ കണ്ണ് തുറന്നപ്പോൾ തന്നെ കണ്ടത് ഇവിടെ മുഖം. നിനക്ക് വേറെ എങ്ങോട്ടും തിരിഞ്ഞു കിടക്കാൻ ഒക്കത്തില്ലായിരുന്നു. ദേഷ്യം പിടിപ്പിക്കാനെ കൊണ്ട് രാവിലെ തന്നെ മൂട് പോയി. അത് പിന്നെ രാത്രി മൊത്തം നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് ഉറങ്ങിയില്ല. അതാ ഞാൻ ഇവിടെ ചാരി ഇരുന്നത്. എന്നോട് നീ സംസാരിക്കല്ലേ, എനിക്ക് നിന്റെ സ്വരം തന്നെ കേൾക്കണ്ട. പ്ലീസ്, ദൈവത്തെ ഓർത്ത് എന്നോട് സംസാരിക്കാൻ പറ്റുന്നത്. നീ ജസ്റ്റ് എന്നെ നോക്കുക പോലും ചെയ്യില്ല. എനിക്കിഷ്ടമല്ല. എനിക്ക് നിന്നെ കാണുന്നതോ നിന്റെ സൗണ്ട് കേൾക്കുന്നത് തന്നെ വെറുപ്പാണ്. പ്ലീസ്.